നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ പിന്നെയും കണ്ടുമുട്ടിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് +1 വേറൊരു ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ ഒരു പക്ഷേ എല്ലാവർക്കും ഒരു പേടി സ്വപ്നം, +1 ഒരു പേടി സ്വപ്നമായിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരിക്കും. കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. ആ ചാപ്റ്റർ തെർമോഡൈനാമിക്സ് ആണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക്സ് ആണ്. അപ്പം എല്ലാ ചാപ്റ്ററിലെയും പോലെ ഈ ചാപ്റ്ററിന് എനിക്ക് കുറച്ച് സെക്ഷൻസ് ഉണ്ട്. അതിൽ വെയിറ്റേജ് കൂടിയ 2-3 സെക്ഷൻസ് ഉണ്ട്. അതായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അത് കൂടാതെ മിഡിൽ വെയിറ്റേജും ലോ വെയിറ്റേജും ഉള്ള കുറച്ച് സെക്ഷൻസ് ഉണ്ട്. കുറച്ചെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ഒരു 10-20 സെക്ഷൻസ് ഉണ്ടെന്ന്. അങ്ങനെയൊന്നുമില്ല, ഒരു 4 സെക്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ 4 സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് ആദ്യം പറയാം. അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട സെക്ഷനും ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സ്. തെർമോ മീൻസ് ഹീറ്റ്, ഡൈനാമിക്സ് മീൻസ് ചേഞ്ച് അല്ലെങ്കിൽ കൈനറ്റിക്സ് അല്ലെങ്കിൽ ഫ്ലോ. അപ്പോൾ ഹീറ്റിൻ്റെ ഫ്ലോയോ ഹീറ്റിൻ്റെ ചേഞ്ചോ ഇതിനെയൊക്കെയാണ് നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ഹീറ്റിൻ്റെ ചേഞ്ച്, ഏത് റിയാക്ഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അവിടെ ടെമ്പറേച്ചറിൻ്റെയോ ഒരു ഹീറ്റിൻ്റെ ചേഞ്ചോ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അതെന്താണ്, അത് എങ്ങനെയാണ് അവിടെ നടക്കുന്നത്, എന്ത് എനർജി ചേഞ്ചാണ് അവിടെ വരുന്നത്, എങ്ങോട്ടാണ് ഫ്ലോ നടക്കുന്നത്, അതിനൊക്കെ പറ്റിയുള്ളൊരു സ്റ്റഡിയാണ് നമ്മൾ ഈ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഒരു ബ്രാഞ്ച്, കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ച് തന്നെയാണ്. വെറും ബ്രാഞ്ചല്ല, വലിയൊരു ബ്രാഞ്ചാണ്. അത് ആരുമായിട്ട് കണക്റ്റഡുമാണ്, ഫിസിക്സുമായിട്ട് കണക്റ്റഡുമാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. മുട്ടൻ വലിയൊരു ബ്രാഞ്ചാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ പഠിക്കുന്ന ഒന്നുമല്ല തെർമോഡൈനാമിക്സ്. നിങ്ങൾ ജസ്റ്റ് തെർമോഡൈനാമിക്സിൻ്റെ ഒരു കടലിലാണെങ്കിൽ ആ കടലിൻ്റെ ഒരു സൈഡിലിരിക്കുന്നതേ ഉള്ളൂ നിങ്ങൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക്. അങ്ങോട്ട് ഉള്ളിലോട്ട് പോകും തോറും വലിയ വലിയ ടോപ്പിക്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് അത്രയൊന്നുമില്ല, നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. നമുക്ക് ജസ്റ്റ് ആ കരയിലിരുന്നുകൊണ്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. വലിയ വലിയ കാര്യങ്ങളൊക്കെ അങ്ങ് അകത്തോട്ട് കിടക്കുക. അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോലും ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ തെർമോഡൈനാമിക്സിനെ 4 സെക്ഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ 4 സെക്ഷൻ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ തെർമോഡൈനാമിക്സ് കംപ്ലീറ്റ് ആയിട്ടും പഠിച്ചിരിക്കും. അതാണ് നമ്മളുടെ ഉറപ്പെന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻസ് ആണ്. നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ കുറച്ച് ടേംസും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ, അഡയബാറ്റിക് പ്രോസസ്സ്, ഐസോതെർമൽ പ്രോസസ്സ്, സൈക്ലിക് പ്രോസസ്സ്, പിന്നെ അത് കണക്ക് തന്നെ ഐസോബാറിക് പ്രോസസ്സ്, ഐസോകോറിക് പ്രോസസ്സ്, ഇവരുടെയൊക്കെ വാൾസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതാണ് ഇൻട്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. രണ്ടാമത്തേന്ന് പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതിനകത്ത് എൻതാൽപ്പി വരുന്നുണ്ട്, പിന്നെ അത് കണക്ക് തന്നെ നമ്മളുടെ ഇൻറ്റേർണൽ എനർജി വരുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് വരുന്നുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ദെൻ അടുത്തത് മൂന്നാമത്തെ എന്ന് പറയുന്നത്, മൂന്നാമത്തെ ഇച്ചിരി പ്രശ്നക്കാരനാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മളുടെ ഹെസസ് ലോയും ബോണ്ട് ഡിസോസിയേഷൻ എനർജി, പിന്നെ നമ്മളുടെ ബോൺ ഹേബർ സൈക്കിൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതാണ് നമ്മളുടെ മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ സെക്ഷനും ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. 4ാമത്തെ സെക്ഷൻ നമ്മളുടെ സ്പോണ്ടേനിറ്റി, എൻട്രോപ്പി, അങ്ങനെയുള്ള കുറച്ച് സെക്ഷൻസ് ആണ്. സ്പോണ്ടേനിറ്റി, എൻട്രോപ്പി, ഗിബ്സ് ഫ്രീ എനർജി, അങ്ങനെയുള്ള കുറച്ച് സെക്ഷൻസ് ആണ്. അപ്പോൾ ഈ 4 സെക്ഷനും കൂടെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം സെറ്റാവും നിങ്ങളുടെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിനകത്ത് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 4 സെക്ഷൻസ് ആയിട്ട് ഞാൻ തെർമോഡൈനാമിക്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓരോ സെക്ഷനും എന്താണെന്ന് ഞാൻ പറയും. ഓരോ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ചെയ്യിപ്പിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ചാപ്റ്ററും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 4 സെക്ഷൻസ് ആയിട്ട് ചാപ്റ്ററിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ സെക്ഷൻ ഇൻട്രൊഡക്ഷൻ ആണ്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഹെസസ് ലോയും അതുമായിട്ട് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുമാണ്. ഫോർത്ത് സെക്ഷൻ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് റിയാക്ഷനും സ്പോണ്ടേനിറ്റിയും ഗിബ്സ് ഫ്രീ എനർജി, എൻട്രോപ്പി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും സെക്ഷൻസ് ആണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നു. അതിൽ നമുക്ക് ആദ്യത്തെ സെക്ഷൻ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ സെക്ഷൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓരോ സെക്ഷനായിട്ട് ചെയ്തു പോകും. ഇവിടെ ഞാൻ ഇതിൽ വെയിറ്റേജ് കൂടിയ സെക്ഷൻ ഫസ്റ്റ് സെക്ഷൻ അല്ല, വെയിറ്റേജ് കൂടിയ സെക്ഷൻ ഫോർത്ത് സെക്ഷനും സെക്കൻഡ് സെക്ഷനുമാണ്. ഓക്കെ, അതിനോട് തന്നെ ഒരു അടുത്ത് നിൽക്കുന്ന സെക്ഷനാണ് നമ്മളുടെ തേർഡ് സെക്ഷൻ. പക്ഷേ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെയും സ്പോണ്ടേനിറ്റിയും എൻട്രോപ്പിയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് അത് എടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ അതായത് ഫസ്റ്റ് സെക്ഷൻ പറഞ്ഞാലേ നമുക്ക് സെക്കൻഡ് സെക്ഷൻ പറയാൻ പറ്റും, അത് പറഞ്ഞാൽ തേർഡ് ആൻഡ് ഫോർത്ത് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോ സെക്ഷനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നത് കൊണ്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ തീർത്ത് പോകും. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ല അറ്റവും മൂല്യം കിട്ടുന്ന കണക്കായി പോകും. നമ്മൾ അതിന് മുതിരുന്നില്ല. നമ്മൾ നേരെ ഫസ്റ്റ് സെക്ഷനിലോട്ട് പോവുകയാണ്, ഇൻട്രൊഡക്ഷൻ.
ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് ഞാനൊന്ന് റിവൈൻഡ് ചെയ്ത് നിങ്ങൾക്ക് തരാം. അതാണ് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിസ്റ്റം സറൗണ്ടിങ്സ് എന്താണെന്ന് ഞാൻ നിങ്ങളെ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. സിസ്റ്റം 3 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. അതിനകത്ത് ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ വാൾ എന്താണെന്ന് പഠിച്ചു വെച്ചേക്കാം. ക്ലോസ്ഡ് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, ഇങ്ങനെ 3 സിസ്റ്റംസ് ഉണ്ട്. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. എന്താണ് സിസ്റ്റം എന്നറിയാൻ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആളെയാണ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഞാൻ +2ൻ്റെ ക്ലാസ് എടുക്കുകയല്ല, നമ്മൾ എൻട്രൻസിൻ്റെ പോർഷൻസ് എടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് +2ൻ്റെ പോർഷൻസ് പറയുകയല്ല, ജസ്റ്റ് അതെന്താണ് ഔട്ട്ലൈൻ എന്താണെന്ന് പറയുന്നതേ ഉള്ളൂ. ടെക്സ്റ്റ് വായിച്ച് നോക്കുക നിങ്ങൾ. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടുള്ള രീതിയിൽ മാത്രം മതി. അപ്പം ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയും മാറ്ററും രണ്ടും എക്സ്ചേഞ്ച് ചെയ്യും. എനർജിയും എക്സ്ചേഞ്ച് ചെയ്യും, മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യും. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി മാത്രമേ എക്സ്ചേഞ്ച് ചെയ്യത്തുള്ളൂ, മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ ഇവിടെ എനർജിയും മാറ്ററും രണ്ടും എക്സ്ചേഞ്ച് ചെയ്യും. ഇവിടെ എനർജി മാത്രമേ എക്സ്ചേഞ്ച് ചെയ്യും, എന്ത് എക്സ്ചേഞ്ച് ചെയ്യില്ല? മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യില്ല. ഇവിടുത്തെ വാൾസ്, ഭിത്തി, അതായത് ഈ ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ടാക്കിയേക്കുന്ന ഭിത്തി എന്ന് പറയുന്നത് അത് കണ്ടക്റ്റിംഗ് ആയിരിക്കും. കണ്ടക്റ്റിംഗ് വാൾസ് ആയിരിക്കും. അത് പ്രത്യേകം പഠിച്ചു വെച്ചോണം. നിങ്ങൾ പഠിച്ച് കാണില്ല, കാരണം കണ്ടക്ട് ചെയ്യണം, കടത്തി വിടണം. എന്തിനെ കടത്തി വിടണം? എനർജിയെ കടത്തി വിടണം. അപ്പോൾ കണ്ടക്റ്റിംഗ് വാൾസ് ആണ് ആരുടെ കേസിൽ? ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ. ദെൻ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എനർജിയും മാറ്ററും രണ്ടും എക്സ്ചേഞ്ച് ചെയ്യില്ല. ഇതിൻ്റെ വാൾസ് എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് വാൾസ് ആണ്, ഇൻസുലേറ്റഡ് വാൾസ് ആണ്. അപ്പം ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ്, അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് തന്നത്. ഓപ്പൺ സിസ്റ്റം എനർജിയും മാറ്ററും രണ്ടും എക്സ്ചേഞ്ച് ചെയ്യും. ക്ലോസ്ഡ് സിസ്റ്റം എനർജി മാത്രമേ എക്സ്ചേഞ്ച് ചെയ്യൂ, മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യില്ല. അവിടുത്തെ വാൾസ് എന്ന് പറയുന്ന കണ്ടക്റ്റിംഗ് ആയിരിക്കും. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എനർജിയും മാറ്ററും രണ്ടും എക്സ്ചേഞ്ച് ചെയ്യില്ല. അവിടുത്തെ വാൾസ് എന്ന് പറയുന്നത് ഇൻസുലേറ്റഡ് വാൾസ് ആയിരിക്കും. ഓക്കെ, അപ്പം ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ 3 ക്ലാസിഫിക്കേഷൻ. അതുകൂടാതെ മാക്രോസ്കോപ്പിക് സിസ്റ്റം, മൈക്രോസ്കോപ്പിക് സിസ്റ്റം. മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ വലിയ പാർട്ടിക്കിൾസ് ഉള്ള സിസ്റ്റം, മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ കുഞ്ഞു പാർട്ടിക്കിൾസ് ഉള്ള സിസ്റ്റം. അതിലോട്ടാണ് നമ്മൾ പോകേണ്ട. ഇതിന് നേരെ നമ്മൾ പോകുന്നത് എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസ് ആണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. എക്സാമ്പിൾ പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പഠിക്കുക: മാസ്, വോളിയം, എനർജി, ഉഷാജി. ഇങ്ങനെ തന്നെ പഠിക്കുക: മാസ്, വോളിയം, എനർജി, ഉഷാജി. ഉഷാജിയിൽ യു എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജി, എസ് എൻട്രോപ്പി, എച്ച് എൻതാൽപ്പി, എ വർക്ക് ഫംഗ്ഷൻ, ജി ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ. അപ്പം മാസ് ഏതൊക്കെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്? മാസ്, വോളിയം, എനർജി. അത് അങ്ങനെ തന്നെ പഠിക്കുക. എം വി എന്ന് എഴുതാതെ മാസ്, വോളിയം, എനർജി ഇങ്ങനെ തന്നെ എഴുതുക. മാസ്, വോളിയം, എനർജി. അതിനുശേഷം ഉഷാജി എന്ന് പഠിക്കുക. ഉഷാജിയിൽ യു ഇൻറ്റേർണൽ എനർജി, എസ് എൻട്രോപ്പി, എച്ച് എൻതാൽപ്പി, എ വർക്ക് ഫംഗ്ഷൻ, ജി ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ. അങ്ങനെ തന്നെ പഠിക്കുക ഉഷാജി. ഓക്കെ, ദെൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസ്. ഇതൊഴികെ എന്ത് വന്നാലും അത് ഇൻറ്റൻസീവ് ആണ്. മാസ്, വോളിയം, എനർജി, ഉഷാജി ഒഴികെ എന്ത് വന്നാലും അതെന്താണ്? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് സ്റ്റേറ്റ് ആൻഡ് പാത്ത് ഫംഗ്ഷൻ. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വഴിയാണോ പോയത് അതാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനിഷ്യലി എവിടെ നിൽക്കുന്നു, ഫൈനലി എവിടെ നിൽക്കുന്നു എന്നല്ല, ഏത് വഴിയാണോ അവർ പോയത് അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, ഏത് വഴി പോയെന്ന് നോക്കത്തില്ല. ഓക്കെ, പാത്ത് ഫംഗ്ഷൻ 2 ഉണ്ട്, വർക്കും ഹീറ്റും. പാത്ത് ഫംഗ്ഷൻ 2 ഉണ്ട്, വർക്കും ഹീറ്റും. ബാക്കിയെല്ലാം സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആണ്. വർക്കും ഹീറ്റും ഒഴികെ വേറെ എന്ത് വന്നാലും അതെല്ലാം എന്താണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, അപ്പം ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്, ദെൻ അതിനുശേഷം സ്റ്റേറ്റ് ആൻഡ് പാത്ത് ഫംഗ്ഷൻ. ഓക്കെ,